എന്റെ മാതാപിതാക്കൾ എന്റെ വീട്ടിലുണ്ടെങ്കിൽ എന്റെ ഇസ്ലാഹി പ്രവർത്തനത്തെക്കാൾ അള്ളാഹുവിന്റെ തൃപ്തി അവരിലൂടെ കൂടെ കിട്ടണമെങ്കിൽ അവരുടേടുള്ള പരിഗണനയും അവർക്ക് കൊടുക്കേണ്ട കടമയും ഞാൻ നിർവഹിക്കേണ്ടതുണ്ട് എന്ന് ചിന്തിക്കണം. ഇന്ന് പലരും മദ്രസയിൽ മക്കള് പഠിപ്പിക്കുന്ന സമയത്തും മക്കള് പഠിക്കുന്ന സമയത്തും മാതാപിതാക്കളോടുള്ള കടമയെ പറ്റിയൊക്കെ വലിയ വാചാലമായിട്ട് പ്രസംഗിക്കും, സംസാരിക്കും, കേൾക്കും. എന്നോട് തന്നെ ചിലര് പറയും, കയ്യ് പിടിച്ചിട്ട് ചില പ്രസംഗത്തിന് മുമ്പും ഇമ്മനെ പറ്റിയും വാപ്പയെ കുറിച്ചും ഒക്കെ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് അറിയാണ്ട് കരച്ചിൽ വന്നുപോയി. ഞാൻ അവരോട് ഉടനെ തിരിച്ചു വയ്ക്കലുണ്ട്, എന്നിട്ട് ഉമ്മനെയും വാപ്പനെയും പോയി നോക്കിയിരുന്നു. അതില്ല, ഈ നേരം കിട്ടിയില്ല. ഞാൻ ആ പ്രസംഗം ഒരു 100 ഷെയർ ചെയ്ത് കിട്ടുന്നറിയും. എന്തിനു മനുഷ്യരെ അവനാന്റെ വീട്ടിലുള്ള വാപ്പന്റെയും ഉമ്മന്റെയും കയ്യ് പിടിച്ചു നോക്കിയിട്ട് ഒരു നല്ല വർത്താനം പറയാൻ പറ്റാത്തവൻ മരിച്ചു കഴിഞ്ഞിട്ട് കാണിക്കുന്ന അഭിനയത്തിനൊന്നും ഒരു പ്രസക്തിയുമില്ല. ഞാൻ ഖുതുബക്ക് കയറുമ്പോഴും ചില മക്കൾ വന്നിട്ട് പറയും, ഉസ്താദേ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടു, നിങ്ങളൊന്ന് ദുആ ഇറക്കണം കേട്ടോ. എന്തേ? വാപ്പൻ അങ്ങനെ ഓർമ്മിക്കുമ്പോ ഒരു വല്ലാത്ത സങ്കടം വരുന്നു. ഞാൻ ചോദിച്ചു, അങ്ങനെ ഒരു സങ്കടം വരാനുള്ള കാരണം എന്താ? കാരണം ചില മക്കളൊക്കെ വാപ്പന്റെ മരണശേഷം വന്നിട്ട് നമ്മളോട് തന്നെ പറയും, എനിക്കെന്തോ സമാധാനം തോന്നുന്നു മൗലവി. എന്തേ? വാപ്പന്റെ കൈമന്നാ പോയത്. അവസാനം എന്റെ കൈ കൊണ്ട് വെള്ളം കിട്ടി, ഞാനിങ്ങനെ കലിമ ചൊല്ലിക്കൊടുക്കുമ്പോ എന്റെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ച് എന്നോട് കലിമ ഞാൻ കേൾക്കെ തന്നെ പറഞ്ഞിട്ട് എന്റെ ഉപ്പ പോയത്. ഞാനൊരു പൈതലിനെ പോലെ എന്റെ വാപ്പനെ നോക്കി, എന്റെ അമ്മനെ നോക്കി. അതുകൊണ്ട് എനിക്കൊരു ബേജാറുമില്ല. എനിക്ക് അവരെ ഓർക്കുമ്പോ സന്തോഷമേ ഉള്ളൂ. നാളെ പടച്ചോന്റെ സ്വർഗത്തിൽ അവരെ കൂടെ എത്തണം എന്നാ ഞാൻ ഇപ്പം ദ്വാരക്കുന്നതെന്ന് പറയുന്ന മക്കളും ഉണ്ട്. എന്നാ ഇതേപോലെ പള്ളി ചെന്ന് ഉസ്താദിനെ കണ്ടിട്ടൊക്കെ പറയും, എന്തോ ബേജാറ്, ഉള്ളിലിങ്ങനെ വാപ്പനെയും ഇമ്മനെയും ഓർമ്മ വരിക, സ്വപ്നം കാണുക. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, മരിക്കുന്നതിന്റെ ഇടക്ക് വാപ്പ ആരെ കൂടെയാ? ഇളയോന്റെ കൂടെ. അപ്പൊ ഈ മരിക്കുന്നതിന്റെ ഇടക്ക് എത്ര ദിവസം മുൻപാ അമ്മാനെയും വാപ്പാനെയും കണ്ട്? ഒരു 14-15 ദിവസം. അതെന്തേ? 15 ദിവസത്തിന്റെ മുൻപ് ഉമ്മാനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് എന്ന് അനിയൻ വിളിച്ചു പറഞ്ഞിരുന്നു. എനിക്ക് പോവാൻ നേരം കിട്ടിയില്ല. ഞാൻ ഈ ബിസിനസിന്റെ തിരക്കില്, ഈ യാത്രന്റെ ഇടയില് എനിക്കെന്തോ പെട്ടെന്ന് സമയം കിട്ടിയില്ല. കാണണം എന്നൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ പൈസയൊക്കെ ഞാൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് പറ്റിയില്ല. അങ്ങനെ ഒരു പറ്റാത്തൊരു മക്കളാണെങ്കിൽ പടച്ചോൻ തരുന്ന ആദ്യത്തെ ഒരു വേദന തന്നെയാണ് അത്. നമ്മളെ കൽബിന്ന് പോവില്ല. അത് പടച്ചോൻ തരുന്ന ആദ്യത്തെ ഒരു തീരുമാനവുക. സ്വന്തം വാപ്പനെയും ഇമ്മനെയും ആയുസ്സിൽ 14 ദിവസം നാട്ടിലുണ്ടായിട്ടും പോയി കാണാൻ പറ്റാത്തവനും ദുനിയാവിന്റെ തിരക്ക് പറഞ്ഞ് പരക്കം പാഴുന്നവനും പടച്ചോൻ തരുന്ന ആദ്യത്തെ തീരുമാനം തന്നെയാത്. അത് നെഞ്ചിന്റെ ഉള്ളിന്ന് പോണേ, ഞാനും നിങ്ങളും മരിക്കണം. അതുവരെ നമ്മളെ നെഞ്ചിന്റെ ഉള്ളിൽ ആ ബേജാറുണ്ടാവും. അതുകൊണ്ടാ റബ്ബ് പറഞ്ഞതും, വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദഹുമാ ഔ കിലാഹുമാ. മനുഷ്യരെ ഏറ്റവും വലിയ ഏകാന്തത എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഏറ്റവും വലിയ വേദന അവഗണിക്കപ്പെടുന്നു എന്നുള്ള തോന്നലാണ്. ഒരു കല്യാണപ്പുരയിലേക്ക് കയറി ചെല്ലുമ്പോ കല്യാണം ക്ഷണിച്ച വ്യക്തി വീട്ടിന്റെ മുറ്റത്തുണ്ടായിട്ടും നമ്മൾ കയറി വരുന്ന സമയത്ത് പെട്ടെന്നോ മുഖം അങ്ങോട്ട് മാറ്റി ബാക്കിയുള്ളവരെ നേരെ തിരിയുമ്പോ പിന്നെ അഭിമാനണ്ട് അവിടെ ഇരിക്കോ? നമ്മൾ എത്ര വെപ്രാളപ്പെടും, സങ്കടപ്പെടും. ഒരായുസ്സിൽ 10, 28, 30 കൊല്ലം ഈ നീയാവുന്നത് വരെ നിനക്ക് വേണ്ടി ജീവിച്ച് പ്രാണൻ വെടിഞ്ഞ് പ്രാർത്ഥിച്ച് നിന്നെ പരിപാലിച്ചൊരു വാപ്പയുമ്മയും നല്ലൊരു വാക്ക് കേൾക്കാൻ കൊതിച്ച് നിന്നെ പ്രതീക്ഷിക്കുമ്പോ, 4ഉം 5ഉം മക്കളിൽ നിന്ന് അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുമ്പോ, അതൊരു മക്കളിൽ നിന്ന് പോലും കിട്ടാത്തൊരു മാനസികാവസ്ഥയിലേക്ക് അവരെത്തുന്നതിനാണ് ഏകാന്തത, വേദന എന്ന് പറയുന്നത്. അവിടങ്ങളൊന്നും ചെയ്യേണ്ട, ഒരു നല്ല വാക്ക്, ഒരു നല്ല വർത്താനം, ഒരു ദിവസം ലീവ് എടുത്തിട്ട് അതിനെ കൊണ്ട് എന്ത് കോടികൾ നഷ്ടമുണ്ടായാലും ശരി, എനിക്കതൊരു പ്രശ്നമല്ല. ഹാഫ് ഡേ ലീവ്, അന്നത്തെ പണി ഒഴിവാക്കിയിട്ടുമ്മ നമുക്കൊന്ന് മഞ്ചേരി ഹോസ്പിറ്റലിൽ കാണിക്കാം, ഒന്ന് പെരിന്തൽമണ്ണ വരെ പോയി വരാം, മതി. ആയുസ്സിൽ രക്ഷിതാക്കളെ മനസ്സ് തണുക്കാൻ അത് മതി. മക്കളോട് പറയണമെന്ന് പേടിക്കുന്ന ഒരു ഉമ്മയും വാപ്പയും ആ വീട്ടിലുള്ളതെങ്കിൽ പിന്നങ്ങൾ ആ വീട്ടിൽ എത്ര ഭംഗിയിൽ പടച്ചോനെ സ്നേഹിച്ച് ജീവിച്ചിട്ടും കാര്യമല്ല. ഞാൻ എന്റെ മക്കളോട് എങ്ങനെ പറയും റബ്ബേ? ഓൻ ചാടും, ഓള് ചാടും, ഓളെന്താ ഉണ്ടാക്കി പറഞ്ഞു കൊടുക്കും, ഓൻ എന്തെങ്കിലും കേട്ടാ അപ്പ ചീത്ത പറയും. ഒന്ന് നീട്ടി തുപ്പാൻ പോലും അവകാശമില്ലാത്ത രക്ഷിതാക്കളുണ്ട്. ചെറുപ്പത്തിൽ എന്നെ എടുത്ത് പൊക്കുന്ന സമയത്ത് എന്റെ വായിൽ നൊലിക്കുന്ന നിന്റെ തുപ്പലിനെ തേനായി കണ്ട വാപ്പയെ വീട്ടിൽ നിന്ന് നീട്ടിത്തുപ്പിയിട്ട് എത്താത്തതിന്റെ പേരിൽ വാപ്പാനെ കൊണ്ട് തുടപ്പിക്കുന്ന മക്കളുടെ കാലഘട്ടമാകാൻ മുന്നിൽ. ആഴ്ചക്കിറങ്ങുന്ന സിനിമയ്ക്ക് വേണ്ടി കുടുംബത്തെയും കൂട്ടി പരക്കം പാഴുമ്പോ കരിച്ചതും പൊരിച്ചതും പൊട്ടിത്തെറിച്ചതും അമേരിക്കയും ചൈനീസും തുർക്കിഷും ലബനാനിന്റെയും കുയിലിട്ട് വാട്ടിയതും
ആർത്തുല്ലസിച്ച് വാങ്ങിത്തുന്നുന്ന സമയത്ത് നിനക്ക് ഭക്ഷണം കിട്ടാൻ വേണ്ടി തോളിലെടുത്ത് കല്യാണപ്പുരയിൽ ക്യൂ നിന്ന് മക്കൾക്ക് വേണ്ടി ഭക്ഷണം വാരിക്കൊടുത്തതിന് ശേഷം മാത്രം കിട്ടിയാത്തുന്ന ഒരു കാലം നിന്റെ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നു. ആ തിരിച്ചറിവാണ് മനുഷ്യരെ മനുഷ്യത്വം. ആ ബോധമാ മനുഷ്യത്വം. ആ തിരിച്ചറിവാണ് മനുഷ്യൻ ദൈവീക തൃപ്തി കിട്ടിയവനാണെന്നുള്ള ബോധ്യത്തിലേക്ക് എത്തുന്നത്. ഇതൊക്കെ പറയുമ്പോഴും ഞാൻ രക്ഷിതാക്കളോട് പറയുന്ന മറ്റൊരു സത്യം, നമുക്കത് ആഗ്രഹമുണ്ടെങ്കിൽ, മക്കളിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ മക്കളോട് നമ്മൾ ആ നീതിയോടെ പെരുമാറണം. പ്രത്യേകിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മക്കളുടെ ജീവിതം പോലും വഴിമാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്രയേറെ ലിബറൽ ചിന്താഗതികൾ ഈ സമൂഹത്തെ സ്വാധീനിക്കാൻ തുടങ്ങി. ആലോചിച്ചു നോക്കൂ. മൂക്കിലേക്ക് വലിച്ചു കയറ്റലും ഞരമ്പുകളിൽ കുത്തിത്തായ്ത്തലും ശരീരത്തിന്റെ പല ഭാഗത്തും കുത്തിവെക്കലുമാണ് ആണത്വം എന്ന് തെറ്റിദ്ധരിക്കുന്ന യൗവനങ്ങളായി കൗമാരങ്ങൾ മാറി. ലഹരിയുടെയും അതിനേക്കാളേറെ മൃഗീയമായ രീതിയിൽ സമൂഹത്തിന്റെ ഇടയിൽ വയലൻസ് മാത്രം ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ തലമുറയിലെ മക്കളെ കൊണ്ടുപോകാൻ ലിബറലുകൾക്ക് സാധിച്ചു എന്നതിന്റെ തെളിവാണ് തൊട്ടപ്പുറത്തുള്ള അങ്ങാടിയിൽ, ഇതേ മലപ്പുറം ജില്ലയിലെ അങ്ങാടിയിൽ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ വന്ന ഒരു ചെറുപ്പക്കാരന്റെ ക്വാളിറ്റി ഇന്ത്യൻ മിസൈലുകൾ ബഹിരാകാശത്തേക്ക് നിക്ഷേപിച്ചവനായിട്ടോ അതല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി പരമോന്നത ബഹുമതികൾ നേടുന്ന ഏതെങ്കിലും കണ്ടുപിടുത്തം നടത്തിയതിന്റെ പേരിലോ അല്ലായിരുന്നു. തുറന്നു വെച്ചിരിക്കുന്ന യൂട്യൂബിന്റെ മുൻപിൽ കോമാളിത്തരങ്ങൾ കാണിച്ച് കഴിക്കേണ്ട ഭക്ഷണം ആസന്നത്തിലേക്ക് ഇടേണ്ടതിന് പകരം അടിവസ്ത്രം പൊക്കി ആസന്നത്തിലേക്ക് ഇട്ടവനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ കൊണ്ടുവരികയും ആ ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ടുവന്ന ചെറുപ്പക്കാരന് വേണ്ടി സ്കൂളുകൾ പോലും വേണ്ടെന്ന് വെച്ച് 8ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കൾ ക്യൂ നിന്ന് അവസാനം റോഡ് ബ്ലോക്ക് ആക്കിയപ്പോ അവനെ തിരിച്ചയക്കണമെന്ന് കേരളത്തിന്റെ പോലീസുകാരൻ പറഞ്ഞ സമയത്ത് പോലീസുകാരന്റെ മുഖത്തേക്ക് നോക്കി 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി കൂട്ടം പറഞ്ഞ മറുപടി, ഞങ്ങളുടെ ഇൻഫ്ലുവൻസറെ, ഞങ്ങളുടെ ബ്ലോഗറെ നിങ്ങൾ തിരിച്ചയക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയും കേരളവും ഞങ്ങൾ കത്തിക്കുമെന്ന് പറയപ്പെടുന്ന വയലൻസിന്റെ മനോഭാവത്തിലേക്ക് എങ്ങനെ മക്കൾ എത്തിയെന്ന് സമയം കിട്ടുമ്പോ ഒന്ന് രക്ഷിതാക്കളൊന്ന് ആലോചിച്ചു നോക്കണം. അതിനേക്കാളേറെ പെൺമക്കളുടെ ദുരവസ്ഥയോ, 25ഉം 28 വയസ്സായിട്ടും പെൺമക്കൾക്ക് കല്യാണം വേണ്ട. എന്തേ കാരണം? കേരളത്തിലെ കുപ്രസിദ്ധരും സുപ്രസിദ്ധരുമായ ഏതോ സിനിമാ നടന്റെ 1000ൽ ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചു വന്നത് നമ്മൾ ചിന്തിച്ചെടുക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മുടെ മക്കളെ ലിബറലുകൾ സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ തുടക്കങ്ങളാണ് വിവാഹം വേണ്ടെന്നും വിവാഹത്തിന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ ഡേറ്റിങ്ങുകളും ലിവിംഗ് ടുഗദറുകളും ഒക്കെ മതി എന്ന് പെൺമക്കൾ ചിന്തിക്കുകയും വിദ്യാഭ്യാസത്തിന് വേണ്ടി മംഗലാപുരത്തേക്ക് പറഞ്ഞയച്ച പെൺകുട്ടി കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ഹോട്ടലിൽ ലോഡ്ജിൽ ബെസ്റ്റിയുടെ റൂമിൽ ആത്മഹത്യ ചെയ്ത വാർത്തകൾ കേൾക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കേരളം എത്താനുള്ള കാരണം മതം നിരാകരിക്കാൻ മക്കളെ പ്രേരിപ്പിക്കുകയും മതം പ്രശ്നക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മതത്തിന്റെ ആശയങ്ങളെ ചവിട്ടിമെതിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന ലിബറലുകളും മീഡിയകളും നമ്മളെ മക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മദ്രസകൾ ഇന്ന് കുട്ടികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഒരു ഉമ്മയോട് സംസാരിച്ചപ്പോ ഉമ്മ പറഞ്ഞു, മദ്രസന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്താൽ മതി എന്ന് വിചാരിച്ചു. കാരണം സ്കൂളിലേക്കൊക്കെ പോകാനുള്ളതുകൊണ്ടും രാവിലെ തന്നെ കുളിച്ച് പറഞ്ഞേപ്പിക്കാനുള്ളത് കൊണ്ടൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ശനിയും ഞായറിലേക്കും മാറ്റി. ശനിയും ഞായറും കല്യാണവുമായിട്ട് പോയി. ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്നാ വിചാരിക്കുന്നത് എന്ന് ഒരു ഉമ്മ പറഞ്ഞപ്പോ ഞാൻ ഒറ്റ ചോദ്യം തിരിച്ചു ചോദിച്ചിട്ടുള്ളൂ. ആ ചോദ്യം മക്കളെ മദ്രസ കാര്യത്തിൽ വേണ്ടത്ര സൂക്ഷ്മത കാണിക്കാത്ത നിങ്ങളോടും ചോദിക്കുക. ഇസ്ലാമിൽ വിവാഹത്തിന്റെ ഷർത്ത് എന്താ? ഒരു നിക്കാഹ് സംഘടിപ്പിക്കുന്ന വാപ്പാന്റെ കൈപിടിച്ചു കൊടുക്കുന്ന ഉമ്മാന്റെ ഇസ്ലാം പഠിപ്പിച്ച സുന്നത്ത് എന്താ? ഒരു ഉംറക്ക് പോലും ഹറമിലേക്ക് പോകുന്ന ഒരാൾ ആദ്യം ചോദിക്കെന്താണെന്നറിയോ? അമീർ ഉണ്ടാകുമെന്ന. കാരണം അത് കറക്റ്റ് ചെയ്ത് കാണിച്ചരാനും കൊണ്ടടക്കാനും ഒരാള് വേണം എന്ന് ചിന്തിക്കുന്ന നമ്മൾക്ക് നമ്മളെ മക്കള് നന്നാവണം എന്ന് ചിന്തിക്കുന്നിടത്ത് അതിന്റെ അറിവുകൾ നേടാൻ പോലും പറ്റുന്ന രീതിയിൽ നമ്മൾ പാകപ്പെടാതിരിക്കുമ്പോ പിന്നെങ്ങനെയാ രക്ഷിതാക്കളെ നമ്മളെ മക്കള് നമ്മൾ പറയുന്ന രീതിയിലേക്ക് എത്തുക?
അതുകൊണ്ട് തന്നെ മക്കൾക്ക് തോന്നി, മതം അറിഞ്ഞൂടാത്ത വാപ്പയുമ്മയും മതം അറിയാത്തതിന്റെ പേരിൽ നിശബ്ദനായപ്പോ വിവാഹത്തിന്റെ പേരിൽ എന്തൊക്കെ ആചാരങ്ങൾ വന്നു. മഞ്ഞ കല്യാണം, പച്ച കല്യാണം, മൈലാഞ്ചി കല്യാണം, വെറ്റില കല്യാണം, അടക്ക കല്യാണം. വിവാഹത്തിന്റെ മുൻപേ ഗ്രൂമിങ്, സേവ് ദി ഡേറ്റ്. വിവാഹത്തിന്റെ മുൻപേ 5ഉം 10ഉം പെണ്ണുങ്ങൾ കൊടപിടിച്ച് 10,000-ങ്ങളുടെയും 25,000-ത്തിന്റെയും ലക്ഷങ്ങളുടെയും മുട്ടായി, ആഭരണം, ഉടുപ്പ് കൊടുക്കലുകള്. വിവാഹത്തിന്റെ അന്ന് ചെറുപ്പക്കാരന്റെ കൂട്ടുകാർ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകള്. 4ഉം 5ഉം ദിവസം തുടർന്നുകൊണ്ടിരിക്കുന്ന കല്യാണ മാമാങ്കങ്ങള്. ഇതൊക്കെ പറയുമ്പോഴും ചിലര് ചോദിക്കും, അവരെ പൈസ അവര് നടത്തിക്കോട്ടെ, പടച്ചോൻ തന്നത് നമ്മളെ ഇഷ്ടത്തിന് തന്നെ ഉപയോഗിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ എന്റെ കണ്ണുകൊണ്ട് എനിക്ക് എന്തും കാണാം. അല്ല തന്ന കണ്ണാണെങ്കിൽ എനിക്ക് എന്തും കാണാം, എവിടെ ഒളിഞ്ഞു നോക്കാം. പക്ഷേ അള്ളാഹു പറഞ്ഞു ഇതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. അള്ളാഹു തന്ന നാവ് കൊണ്ട് എനിക്ക് എന്തും പറയാം, പക്ഷേ റബ്ബ് പറഞ്ഞു ചില നിയന്ത്രണങ്ങളുണ്ട്. ഇതുപോലെ തന്നെയാ പൈസയും. അള്ളാഹു തന്നത് നിങ്ങളിൽ ചിലർക്ക് അവനാന്റെ പവറും പത്രാസും കാണിക്കാൻ വേണ്ടിയിട്ടല്ല. അത് ഉപയോഗിക്കുന്നിടത്ത് ചില സൂക്ഷ്മതകൾ ഉണ്ടാകണം. അത് മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വിവാഹത്തിന്റെ ഷർത്ത് അറിയണം. വരുന്ന ആളുകൾക്ക് അതിന്റെ പ്രാർത്ഥനകൾ അറിയണം. ഭക്ഷണം തരുന്നവർക്കുള്ള ദുആ അറിയണം. ഇതൊന്നും ഒരു മനുഷ്യനറിയൂല. എല്ലാവർക്കും വേണ്ടത് പടകം പൊട്ടിക്കണം, പാട്ട് വെച്ച് തുള്ളണം, JCB കൊണ്ടുവരണം, ഒട്ടകപ്പുറത്ത് കയറ്റണം, ആനപ്പുറത്തേന്ന് വിളിക്കണം, ശവപ്പെട്ടി കൊണ്ടുവരണം. ഇങ്ങനെയായപ്പം പടച്ചോൻ പോലും നമ്മളെ പിന്നാലെ കൂടിയതിന്റെ ലക്ഷണമാ. ഇക്കഴിഞ്ഞ മാസം കേരളത്തിൽ മാത്രം നടന്ന ഡൈവോഴ്സുകൾ 16,000-ത്തിലധികമാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മക്കൾക്ക് ദീനിന്റെ ചിട്ടകളും വഴികളും കാണിച്ചു കൊടുക്കാൻ പറ്റണം. സമയത്തിന്റെ പരിമിതിയുണ്ട്. ബന്ധങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോ അതിനറ്റമില്ലാത്തത്ര പറയാനുണ്ടാകും. ആ ബന്ധങ്ങളിൽ ഏറ്റവും മനോഹരമായ ഒരു ബന്ധമാണ് നമ്മളെ ദാമ്പത്യം, കുടുംബം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആണുങ്ങളിൽ ആരാ ഏറ്റവും നല്ലവൻ? ഇന്ന് പൊതുവെ ആണുങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് നാട്ടിലെ പെണ്ണുങ്ങളുടെയിലും ആണുങ്ങളുടെയിലും കുറച്ച് അഭിനയിച്ചാ കിട്ടും. നാട്ടിൽ കോടികളെ വിലയുള്ള മനുഷ്യരുണ്ട് നമ്മളെ കൂട്ടത്തിൽ. പക്ഷെ ആണിന്റെ വില അവന്റെ വീട്ടിലെ പെണ്ണിന്റെ മനസ്സിലാ. നിന്നെ ഓർത്തവൾ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി നിന്റെ പെണ്ണ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, പടച്ചോൻ എന്നെ മരിപ്പിച്ചിട്ടെങ്ങിന്റെ പിയാപ്പനെ കൊണ്ടുപോട്ടോ, അയാളില്ലാണ്ട് എനിക്ക് പറ്റൂല റബ്ബേ എന്ന് നിന്റെ പെണ്ണ് നിസ്കാരപ്പെടുത്തുന്ന എനക്ക് വേണ്ടി പടച്ചോനോട് ദുആ ഈ ആണാ. അതല്ലാതെ നാട്ടിൽ കോടികളെ വില ഉണ്ടായിട്ട് കാര്യമല്ല. സമൂഹത്തിന്റെ ഇടയിൽ നല്ല വെളിച്ചത്തിൽ നടന്നതുകൊണ്ടും കാര്യമല്ല. ഖിയാറുക്കും അഹ്സനുക്കും ലിനിസാഇക്കും, ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ. എന്നെയൊക്കെ വിളിച്ചിട്ട് ചില ഭാര്യമാര് സങ്കടം പറയും, ഉസ്താദേ പിയാപ്പള നല്ല ദീനാ. ചോദിക്കുക, അൽഹംദുലില്ലാ ഹൈറല്ലേ? അല്ല, ദീനേ ഉള്ളൂ. നിസ്കരിക്കാൻ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുൻപേ പോകും, സുബഹിക്ക് 4:15 എണീറ്റു. ഞാൻ ചോദിക്കും, എന്താ പ്രശ്നം? ഒന്നും നല്ലോണം വർത്താൻ പറയൂല, എന്തെങ്കിലും വാ തുറന്ന പെട്ടെന്ന് ദേഷ്യം പിടിക്കും. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഹബീബായ നബി തങ്ങൾ അടുത്ത് വന്നിട്ട് സഹാബി ചോദിച്ചു, നബിയെ എനിക്കൊരു നല്ല മനുഷ്യനാവണം, ഒരു വിശ്വാസിയാവണം, ഔസീനി, ഇനി ഒന്നും നിങ്ങൾ ഉപദേശിക്കും. തിരുദൂതൻ തിരിച്ചു പറഞ്ഞു, ലാ തഗ്ളബ്, നീ കോപിക്കരുത്. ആ സുഹാബി വീണ്ടും പറഞ്ഞു, നബി എനിക്ക് മനസ്സിലായി, വേറൊരു കാര്യങ്ങൾ പറഞ്ഞിരി. തിരുദൂതൻ വീണ്ടും പുഞ്ചിരിയോടെ പറഞ്ഞു, ലാ തഗ്ളബ്, നീ കോപിക്കരുത്. അതിന്റെ അർത്ഥം എന്താ? ദേഷ്യം നിന്നെ കീഴടക്കുന്നുണ്ട്, എനിക്കൊരു നല്ല വിശ്വാസിയാവാൻ പറ്റൂല, നല്ലൊരു ഭർത്താവാകാനും പറ്റൂല. ആണിന് വില വേണ്ടത് അവനാന്റെ വീട്ടിലെ കെട്ടിയ പെണ്ണിന്റെ മനസ്സിലാണ്. അതുകൊണ്ട് അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചു കിടന്നപ്പോ ഉമ്മു സലമ അങ്ങനെ നെഞ്ചു പൊട്ടി കണ്ണീരൊഴുക്കുമ്പോ കണ്ടു നിൽക്കുന്ന പെണ്ണുങ്ങൾ ചിലർ പറഞ്ഞു, ഉമ്മു സലമ, അതിലും നല്ലത് കിട്ടാൻ പടച്ചവനോട് ദുആ ചെയ്യ്. മരിച്ച അബൂ സലമാന്റെ മയ്യത്തിനെ വാരി പിടിച്ചിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വബ്ദിൽനി ഖൈറൻ മിൻഹാ, ഇതിലും നല്ലത് കിട്ടാനോ, ഇതിലും നല്ലത് പടച്ചോൻ എനിക്ക് തരാനില്ല സഹാബത്തെ. ഇതൊരാണിന്റെ പവറാ, ആണിന്റെ വിലയാ. അതിനെന്തു വേണം? ഭാര്യ അറിയണം, അവളെ മനസ്സറിയണം. ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നതും വാപ്പ കൈപിടിച്ചേൽപ്പിച്ചതും നമുക്ക് രാത്രി ഭോഗിക്കാനും വെച്ചു വിളമ്പാനും പിന്നെ നമ്മൾ വിചാരിക്കുന്ന മാതിരി ഭരിച്ചു കൊണ്ടടക്കാനും അല്ല. നാളെ പടച്ചോന്റെ സ്വർഗത്ത് കയറും എന്റെ വലത്തെ കയ്യിൽ എന്റെ പെണ്ണുണ്ടാവും. ആ വിശ്വാസത്തിൽ ഒരു വാപ്പ ഏൽപ്പിച്ചു തന്നതാണ് ആ പെൺകുട്ടിയെ. അതാണ് ഒരു വാപ്പ നിക്കാഹിന് കൈപിടിക്കുമ്പോ പറയുന്ന വാക്കതാ, സവ്വജതുക വ അൻകഹതുക, അമറല്ലാ അമറല്ലാ. പടച്ചോനോട് പറഞ്ഞു എന്റെ മോളെ എനിക്ക് തരാൻ. അല്ല പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഓരോറ്റ പെൺമക്കളെയും വാപ്പാരിങ്ങളെ കൈമത്തരൂല. അത് പെൺമക്കളുള്ള വാപ്പാർക്കറിയാം.